പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡികളിൽ ഒരാളാണ് ഫഹദും നസ്രിയയും. ഫഹദ് കൈനിറയ സിനിമകളുമായി മുന്നേറുമ്പോൾ നസ്രിയ നിർമ്മാണ രംഗത്തേക്ക് ചുവട് വെച്ചിരിക്കുകയാണ്. ബാംഗ്ലൂർ ഡേയ്സിൽ ഒന്നിച്ചഭിനയിച്ചതാണ് ഇരുവരുടെയും വിവാഹത്തിലേക്ക് എത്തിയത്. എന്നാൽ താനാണ് ഇരുവരുടെയും വിവാഹത്തിന് കാരണമായതെന്നും ബാംഗ്ലൂർ ഡേയ്സ് സിനിമയെക്കുറിച്ചും ഇപ്പോൾ നടി നിത്യ മേനോൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫഹദ് ഫാസിലും നസ്രിയയും. കയ്യെത്തും ദൂരത്ത് എന്ന ഫാസിൽ ചിത്രത്തിലൂടെയായിരുന്നു ഫഹദിന്റെ അരങ്ങേറ്റം. ഏത് തരത്തിലുള്ള കഥാപാത്രവും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ചു മുന്നേറുകയാണ് ഈ താരപുത്രൻ. 4 വർഷം മുമ്പായിരുന്നു ഫഹദിന്റെയും നസ്രിയയുടെയും വിവാഹം. സിനിമയിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന സമയത്തുള്ള നസ്രിയയുടെ വിവാഹം ആരാധകരെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ഇനി ഒരിക്കലും നസ്രിയ മടങ്ങി വരില്ലെന്ന് ആരാധകർ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2 വർഷത്തെ ഇടവേള കഴിഞ്ഞ് അഞ്ജലി മേനോന്റെ കൂടെ എന്ന ചിത്രത്തിലൂടെ നസ്രിയ വീണ്ടും എത്തി. ഇതിനു മുമ്പ് അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സിൽ ഫഹദും നസ്രിയയും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഫഹദും നസ്രിയയും കൂടുതൽ അടുക്കുന്നത്. പിന്നീട് ഇവർ വിവാഹിതരായി. ഇപ്പോൾ ഫഹദിന്റെയും നസ്രിയയുടെയും വിവാഹത്തിന് കാരണമായത് താനാണെന്നും അതിന് തന്നോട് കടപ്പാടുണ്ടാകണമെന്ന് താൻ അവരോട് പറയാറുണ്ടെന്നും നിത്യ മേനോൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ ഡേയ്സിലെ നായികാവേശമായ ദിവ്യ ആദ്യം തനിക്കാണ് ലഭിച്ചതെന്നും എന്നാൽ തിരക്ക് കാരണം അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു എന്നും നിത്യ പറയുന്നു. തനിക്ക് മറ്റൊരു സിനിമയിൽ അഭിനയിക്കേണ്ടിയിരുന്നതിനാൽ അത് സാധിച്ചില്ല. ദിവ്യയായി നസ്രിയ എത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ആ ചിത്രത്തിലെ താരതമ്യേന ചെറിയ വേഷം ചെയ്യുമോ എന്ന് അഞ്ജലി ചോദിക്കുന്നത്. ആകെ 4 ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉള്ളൂവെന്നും ബാംഗ്ലൂരിലാണ് ചിത്രീകരണമെന്നും കേട്ടപ്പോൾ താൻ ഓക്കെ പറയുകയായിരുന്നുവെന്നും നിത്യ പറയുന്നു. ആ സിനിമയുടെ ചിത്രീകരണ സമയത്താണ് ഫഹദും നസ്രിയയും കാണുന്നതും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നതും. ഇപ്പോഴും അവരെ കാണുമ്പോൾ നിങ്ങൾ എന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് താൻ പറയാറുണ്ടെന്നും നിത്യ പറയുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ വിധിയാണ്, നടക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല ഇതൊന്നും. നടക്കേണ്ടവ താനെ നടന്നുകൊള്ളുമെന്നും താരം കൂട്ടിച്ചേർത്തു. 2014 ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഫഹദും നസ്രിയയും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുന്നത്. സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയാതെ വന്നതിൽ കുറ്റബോധം തോന്നിയോ എന്നും നിത്യ മേനോട് ചോദിച്ചിരുന്നു. അങ്ങനെ തോന്നിയിരുന്നില്ലെന്നും അന്ന് താൻ അങ്ങനെ തീരുമാനിച്ചതുകൊണ്ടല്ലേ ഫഹദും നസ്രിയയും വിവാഹിതരായതെന്നുമായിരുന്നു താരത്തിന്റെ മറുചോദ്യം. മലയാളികൾക്ക് വലിയ സർപ്രൈസ് വാർത്തയായിരുന്നു അന്ന് അത്. സിനിമ സൂപ്പർ ഹിറ്റ് ആയതിനു പിന്നാലെ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. സിനി ലൈഫ്.